നമസ്കാരം. സംസ്ഥാനത്തെ ജനുവരി മാസത്തെ റേഷൻ വിതരണം ഫെബ്രുവരി 4 തീയതി വരെ തുടരുമെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ അറിയിച്ചു. ഫെബ്രുവരി 5 മാസാവസാന കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട്, അതായത് ഇ-പോസ് മിഷനിൽ ഈ മാസത്തെ റേഷൻ വിതരണ വിവരങ്ങൾ സെറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായി റേഷൻ വ്യാപാരികൾ അവധിയായിരിക്കും. 6 തീയതി വ്യാഴാഴ്ച മുതലായിരിക്കും ഈ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നത്. സംസ്ഥാനത്തെ എല്ലാ റേഷൻ കടകളിലും ആവശ്യത്തിനുള്ള സ്റ്റോക്കുകൾ ലഭ്യമാണ്. ഈ സാഹചര്യത്തിൽ ജനുവരി മാസത്തെ റേഷൻ വാങ്ങാനുള്ള ഗുണഭോക്താക്കൾ ഫെബ്രുവരി 4 തന്നെ റേഷൻ വാങ്ങാൻ ശ്രദ്ധിക്കുക. റേഷൻ വ്യാപാരികൾ നടത്തിയ കടയടപ്പ് സമരത്തോടെ ഇനിയും സംസ്ഥാനത്ത് റേഷൻ വാങ്ങാനുള്ളത് 33% ആളുകളാണ്. അതോടൊപ്പം റേഷൻ മസ്റ്ററിംഗ് 91% ആളുകൾ പൂർത്തീകരിക്കുകയും ബാക്കിയുള്ള മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ മാർച്ച് 31 വരെ മസ്റ്ററിംഗ് നടപടികൾ നീട്ടി നൽകാൻ സംസ്ഥാന ഭക്ഷ്യവകുപ്പ് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ അനർഹമായി മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചതിനെ തുടർന്ന് സംസ്ഥാനത്ത് പലയിടങ്ങളിലും പരിശോധനകൾ ഊർജിതമാക്കിയിട്ടുണ്ട്. മറ്റൊരു അറിയിപ്പ്, നീല വെള്ള റേഷൻ കാർഡുകാരിൽ നിന്നും എല്ലാ മാസവും റേഷൻ വാങ്ങുന്ന സമയത്ത് അവരിൽ നിന്നും സെസ് വാങ്ങാൻ വ്യാപാരികളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ തീരുമാനമായി. 60 വയസ്സ് കഴിഞ്ഞ റേഷൻ വ്യാപാരികൾക്ക് പെൻഷൻ നൽകുന്നതിനാണ് ഓരോ മാസവും ₹1 വീതം നീല വെള്ള റേഷൻ കാർഡ് ഉടമകളിൽ നിന്നും സെസ് ഈടാക്കുക. ഇങ്ങനെ ഓരോ മാസവും സംസ്ഥാനത്ത് 50 ലക്ഷം നീല വെള്ള റേഷൻ കാർഡുകാർ റേഷൻ വാങ്ങുകയാണെങ്കിൽ 50 ലക്ഷത്തോളം രൂപ ക്ഷേമനിധിയിലേക്ക് ഓരോ മാസവും ലഭിക്കും. വ്യാപാരികളുടെ സമരം തീർക്കുവാൻ ഭക്ഷ്യമന്ത്രിയുമായുള്ള ചർച്ചയിലാണ് ഈ രീതിയിൽ സെസ്സിന്റെ കാര്യവും ധാരണയായത്. ഇതുമായി സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പ് ഭക്ഷ്യമന്ത്രിയുടെ അടുത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ജനുവരി മാസത്തെ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്തത്. ഇതുപോലെയുള്ള അറിയിപ്പുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക.